എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മോഹൻലാലിന് ശേഷം കുടുംബ പ്രേക്ഷകർ ഇത്രത്തോളം തിയേറ്ററുകളിലേക്ക് ആകർഷിച്ച മറ്റൊരു നടനുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരേ ഒരു ഉത്തരം നിവിൻ പോളി എന്ന് മാത്രമായിരിക്കും. തുടക്കത്തിൽ ചെറിയ വേഷങ്ങളിലൂടെ വന്ന് മലയാള സിനിമ ഇൻഡസ്ട്രി ഹിറ്റുകൾ സൃഷ്ടിച്ച എന്നാൽ പിന്നീട് വലിയൊരു തകർച്ച നേരിട്ട ഒരു കരിയർ ഗ്രാഫാണ് അദ്ദേഹത്തിൻ്റേത്. എങ്കിൽ പോലും വീണെടുത്ത് നിന്ന് അതിശക്തമായി തിരിച്ചു വരാൻ നിവിൻ പോളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിവിൻ പോളിയുടെ ആദ്യ സിനിമ മുതൽ ഇനി വരാൻ പോകുന്ന വമ്പൻ പ്രോജക്റ്റുകൾ വരെയുള്ള കംപ്ലീറ്റ് കരിയർ അനാലിസിസ് ആണ്. 2010 വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെയാണ് നിവിൻ പോളി എന്ന നടൻ വെള്ളിത്തിരയിലേക്ക് ചുവടുവയ്ക്കുന്നത്. തികച്ചും പുതുമുഖങ്ങളെ അണിനിരത്തി വന്ന ഈ ചിത്രം അക്കാലത്ത് മികച്ചൊരു വിജയമാണ് നേടിയത്. ആദ്യ ചിത്രം തന്നെ ഇത്രയും വരെ സൂപ്പർ ഹിറ്റാക്കാൻ കഴിഞ്ഞുവെങ്കിലും തുടർന്നുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. രാജേഷ് പിള്ളയുടെ ട്രാഫിക് എന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ അവസാന നിമിഷം ലിഫ്റ്റ് കൊടുക്കുന്ന ഒരു ചെറിയ കഥാപാത്രമായി അദ്ദേഹം വന്നു. കുഞ്ചാക്കോ ബോബനും ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ഒക്കെ നിറഞ്ഞാടിയ ആ ചിത്രം വലിയൊരു ചരിത്ര വിജയമായിരുന്നു. എന്നാൽ പിന്നീട് നായകനായി എത്തിയ ദി മെട്രോ, സെവൻസ് എന്നീ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങി നിവിൻ പോളിയുടെ കരിയർ ഇവിടെ അവസാനിച്ചു എന്ന് പലരും കരുതിയ നിമിഷം അവിടെയാണ് 2012 വിനീത് ശ്രീനിവാസൻ വീണ്ടും നിവിൻ പോളിയുടെ കൈപിടിക്കുന്നത്. തട്ടത്തിൻ മറയത്തെന്ന മലയാളത്തിന്റെ ട്രെൻഡ് സെറ്ററായി മാറിയ ചിത്രത്തിലൂടെ അന്ന് ദുൽഖർ സൽമാൻ, തിലകൻ തുടങ്ങിയ വമ്പൻ താരനിരയുമായി ഉസ്താദ് ഹോട്ടലും ഒപ്പം റിലീസായിട്ടുണ്ടായിരുന്നു. എന്നിരുന്നിട്ട് കൂടിയും കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ട് തട്ടത്തിൻ മറയത്ത് ബോക്സ് ഓഫീസിൽ ഒന്നാമതെത്തി. വിനോദ് എന്ന കഥാപാത്രം യുവാക്കൾക്കിടയിൽ ഒരു തരംഗമായി. ഉസ്താദ് ഹോട്ടലും വലിയ വിജയമായെങ്കിലും കൊമേഴ്ഷ്യൽ സക്സസ് നിവിനോടൊപ്പമായിരുന്നു. തട്ടത്തിൻ മറയത്തിന്റെ വമ്പൻ വിജയത്തിന് ശേഷം നിവിൻ നേരിട്ടത് വീണ്ടും ഒരു പരാജയ പരമ്പരയായിരുന്നു. ഭൂപടത്തിൽ ഇല്ലാത്തൊരിടം, പുതിയ തീരങ്ങൾ, ചാപ്റ്റേഴ്സ് എന്നീ 3 ചിത്രങ്ങളും ഫ്ലോപ്പായി. അപ്പോഴാണ് ആഷിഖ് കപൂറിന്റെ ഡാ തടിയ എന്ന ചിത്രത്തിൽ തികച്ചും നെഗറ്റീവ് ഷെയ്ഡുള്ള രാഹുൽ വൈദ്യർ എന്ന കഥാപാത്രമായി അദ്ദേഹം ഞെട്ടിക്കുന്നത്. ആ ചിത്രം ഹിറ്റായതോടെ നിവിൻ വീണ്ടും ട്രാക്കിലായി. പിന്നീട് അൽഫോൺസ് പുത്രൻ എന്ന മാന്ത്രികനൊപ്പം നേരം തമിഴിലും മലയാളത്തിലുമായി ഇറങ്ങിയ ഈ ചിത്രം മികച്ച താരനിരയാൽ സമ്പന്നവും വലിയൊരു ഹിറ്റുമായിരുന്നു. ഇടയ്ക്ക് വി കെ പ്രകാശിന്റെ പോപ്പിൻസ്, ഫഹദ് ഫാസിലുമൊത്തുമുള്ള 5 സുന്ദരികൾ, ഇന്ദ്രജിത്തുമുള്ള അരികിൽ ഒരാൾ എന്നിങ്ങനെ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി. എന്നാൽ 2014 നിവിനെ സംബന്ധിച്ച് സുവർണ കാലഘട്ടമായിരുന്നു. 1983 എന്ന സ്പോർട്സ് ഡ്രാമയിലൂടെ അദ്ദേഹം സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കി. പിന്നീട് വന്ന ഓം ശാന്തി ഓശാന എന്ന ഫീൽ ഗുഡ് ചിത്രം മെഗാ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയത്. ആ കാലഘട്ടത്തിലിറങ്ങിയ മിലി ഒരു ഫ്ലോപ്പായിരുന്നു. അതേസമയം വടക്കൻ സെൽഫി ഇൻഡസ്ട്രി ഹിറ്റായി മാറി. തിയേറ്ററുകളിൽ യൂത്തിനെ ഇറച്ചു കയറ്റിയ ചിത്രത്തിൽ ഉമേഷ് എന്ന കഥാപാത്രമായി അദ്ദേഹം ജീവിക്കുകയായിരുന്നു. അതിനുശേഷം ശ്യാമപ്രസാദിന്റെ ഇവിടെ എന്ന ചിത്രം ആവറേജ് വിജയത്തിൽ ഒതുങ്ങി. ഇനിയാണ് നിവിൻ പോളിയുടെ കരിയർ ആകെപ്പാടെ മാറ്റിമറിച്ച ആ സംഭവം 2015 റിലീസായ പ്രേമം. ജോർജ് എന്ന കഥാപാത്രത്തിന്റെ 3 കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച ഈ ചിത്രം മലയാള സിനിമയിലെ എല്ലാ ബോക്സ് ഓഫീസ് സമവാക്യങ്ങളെയും പൊളിച്ചെഴുതി. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഈ ചിത്രം 250 ദിവസത്തിന് മുകളിലാണ് ഓടിയത്. എന്നാൽ ഈ ചിത്രം അർഹിച്ച കളക്ഷൻ നേടിയോ എന്നത് ഇന്നും വലിയൊരു ചോദ്യമാണ്. സെൻസർ ബോർഡിൽ നിന്ന് DVD പ്രിന്റുകൾ ചോർന്ന് യൂട്യൂബിലും മറ്റും എത്തിയതോടെ 100 കോടി നേടേണ്ടിയിരുന്ന ഈ ചിത്രം 75 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്ത് അവസാനിച്ചത്. എങ്കിലും നിവിൻ പോളിയുടെ താരമൂല്യം സൗത്ത് ഇന്ത്യ മുഴുവൻ വേദിപ്പിച്ചത് പ്രേമമാണ്. പ്രേമത്തിന് ശേഷം ആളുകൾ പ്രതീക്ഷിച്ചത് മറ്റൊരു റൊമാൻറ്റിക് പടമായിരുന്നുവെങ്കിൽ നിവിൻ പോളി ചെയ്തത് ഏബ്രിഡ് ഷൈനിനൊപ്പം ആക്ഷൻ ഹീറോ ബിജു എന്ന റിയലിസ്റ്റിക് പോലീസ് സ്റ്റോറിയാണ്. ആദ്യ ഷോകളിൽ വൺ ഡീഗ്രേഡിംഗ് നേരിട്ടെങ്കിലും പിന്നീട് ചിത്രം ബ്ലോക്ക് ബസ്റ്ററായി മാറി. സാമ്പത്തിക പ്രശ്നം കാരണം ഇതിന്റെ 2ാം ഭാഗം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് അണിയർ പ്രവർത്തകർ നൽകുന്ന വിവരം. പിന്നീട് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ പറഞ്ഞ വിനീത് ശ്രീനിവാസൻ ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യം വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറി. പ്രേമം, ആക്ഷൻ ഹീറോ ബിജു, ജേക്കബിന്റെ സ്വർഗരാജ്യം ഈ 3 ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ നിവിന്റെ ഹാട്രിക് വിജയങ്ങളായിരുന്നു. തുടർന്നിറങ്ങിയ സഖാവ് എന്ന ഡബിൾ റോൾ പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രം ഒരു ഫ്ലോപ്പിലേക്ക് വീണു. എങ്കിലും ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള വലിയൊരു ഫീൽ ഗുഡ് ഹിറ്റായി മാറി. അതിനുശേഷം തമിഴിൽ അരങ്ങേറ്റം കുറിച്ച് റിച്ചി ഫ്ലോപ്പായെങ്കിലും ശ്യാമപ്രസാദിന്റെ ഹേ ജൂഡ് എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിലൂടെ നിവിൻ പോളി നിരൂപക പ്രശംസയും സൂപ്പർ ഹിറ്റ് വിജയവും സ്വന്തമാക്കി. നിവിൻ പോളിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹയസ്റ്റ് ഗ്രോസറായ കായംകുളം കൊച്ചുണ്ണി വരുന്നത് ആ സമയത്താണ്. യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയെടുത്ത ഈ ചിത്രത്തിന്റെ സ്റ്റിൽസ് പുറത്തു വന്നപ്പോൾ തന്നെ ഹൈപ്പ് കുതിച്ചിരുന്നു. തിയേറ്ററുകളിലേക്ക് ആളുകളെ ഇരച്ചു കയറിയ ചിത്രം അക്ഷരാർത്ഥത്തിൽ ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. എന്നാൽ പിന്നീട് ഹനീഫ് അദേനിയുടെ സംവിധാനത്തിൽ ഉണ്ണി മുകുന്ദൻ വില്ലനായി എത്തിയ മിഖായൽ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറി. ആ ചിത്രത്തിന് ഇപ്പോഴും ഫാൻ ബേസ് ഉണ്ടെങ്കിലും അതൊരു പരാജയ ചിത്രം തന്നെയാണ്. ഇതിനുശേഷം ധ്യാൻ ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്ത നയൻതാര നായികയായി എത്തിയ ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രം ഗംഭീര ഗാനങ്ങളോടെയും നിവിൻ അജു കോംബോയുടെ പിൻബലത്തിൽ മെഗാ ബ്ലോക്ക് ബസ്റ്ററായി മാറി. പക്ഷേ ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നിവിൻ പോളി എന്ന സൂപ്പർ സ്റ്റാറിന്റെ കരിയർ ഗ്രാഫ് പതിയെ താഴേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച മൂത്തോൻ, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ എത്തിയ കനകം, കാമിനി, കലഹം, വലിയ ക്യാൻവാസിൽ ഇറങ്ങിയ മഹാവീര്യർ, സാറ്റർഡേ നൈറ്റ്, തുറമുഖം എന്നീ 5ഓളം പടങ്ങൾ നിലം തൊടാതെ പോയി.
ഒരു വമ്പൻ ബഡ്ജറ്റിൽ ഓണത്തിന് RDXനോടൊപ്പം ക്ലാഷ് റിലീസിനെത്തിയ രാമചന്ദ്ര ആൻഡ് ബോസോ കൂടി ഫ്ലോപ്പായതോടെ നിവിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധിയിലായി. അതുമാത്രമല്ല, ഈ ചിത്രം ഇതുവരെ OTTയിൽ എത്തിയിട്ടില്ല എന്നത് കാത്തിരിക്കുന്ന പ്രേക്ഷകരെ നിരാശരാക്കുന്നുണ്ട്. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെയാണ് നിവിൻ ബോക്സ് ഓഫീസിലേക്ക് തിരിച്ചു വന്നത്. വിനീത് ശ്രീനിവാസിന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലൂടെ. അതിലെ നായകൻ പ്രണവ് മോഹൻലാൽ ആയിരുന്നാൽ പോലും പക്ഷേ ആൾക്കാരെ കയ്യിലെടുത്തത് നിതിൻ പോളി എന്ന് പറയുന്ന ഗസ്റ്റ് റോളാണ്. അതായത് നമ്മുടെ നിവിൻ പോളി അവതരിപ്പിച്ച കഥാപാത്രം. ഈ ചിത്രത്തിന്റെ വിജയത്തിൽ നിവിൻ പോളിയുടെ പങ്ക് വളരെ വലുതാണ്. പിന്നാലെ വന്ന ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിലെത്തിയ മലയാളി ഫ്രം ഇന്ത്യ വിവാദങ്ങൾക്കിടയിലും ഒരു ഡീസന്റ് ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കി. ജിയോ ഹോട്ട്സ്റ്റാർ വെബ് സീരീസായ ഫാർമ ഒരു ആവറേജ് അഭിപ്രായത്തിൽ ഒതുങ്ങി. എന്നാൽ നിവിൻ പോളിയുടെ യഥാർത്ഥ ബോക്സ് ഓഫീസ് പവർ എന്താണെന്ന് മലയാള സിനിമ വീണ്ടും കണ്ടത് സർവം മായ എന്ന ചിത്രത്തിലൂടെയാണ്. ഈ ഹൊറർ കോമഡി ഫീൽ ഗുഡ് ചിത്രം അക്ഷരാർത്ഥത്തിൽ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി. കൂടെ ക്ലാഷ് റിലീസായി എത്തിയ വമ്പൻ ചിത്രമായ ബബ്ബബെ ആവറേജ് അഭിപ്രായം നേടി ഫ്ലോപ്പായപ്പോൾ സർവമായ ബോക്സ് ഓഫീസ് തൂത്തുവാരി. നിവിൻ പോളിയുടെ കരിയറിലെ അടുത്ത 100 കോടി ക്ലബ്ബ് ഈ ചിത്രമായി മാറി. വലിയ വിജയത്തിന് ശേഷം വന്ന ബേബി ഗേൾ വീണ്ടും തിയേറ്ററിൽ ഫ്ലോപ്പായി. ചത്താ പച്ച എന്ന ചിത്രത്തിനോടൊപ്പം റിലീസായെങ്കിലും അഭിപ്രായം മോശമായതാണ് തിരിച്ചടിയായത്. അതുപോലെ തന്നെ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത പൊളിറ്റിക്കൽ മാസ് ചിത്രമായ പ്രതിച്ഛായയും പരാജയപ്പെട്ടു. കാരണം റിലീസിന് 4 ദിവസം മുമ്പ് ഇറങ്ങിയ ദുരന്തറും ആടും എന്ന വമ്പൻ ചിത്രങ്ങളുടെ തരംഗം ഈ ചിത്രത്തിന്റെ കളക്ഷനെ സാരമായി ബാധിച്ചു. നിവിൻ പോളി എന്ന നടന്റെ ഗ്രാഫ് എടുത്തു നോക്കിയാൽ നമുക്ക് കൃത്യമായ ഒരു കാര്യം മനസ്സിലാക്കാം. അദ്ദേഹത്തെ എഴുതി തള്ളാൻ സാധിക്കില്ല. സർവമായ എന്ന ചിത്രത്തിന്റെ വിജയം തെളിയിക്കുന്നത് കുടുംബ പ്രേക്ഷകർക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം ഇന്നും കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ ചെറിയ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മോഹൻലാലിന് ശേഷം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് പുള്ളുള്ള താരം നിവിൻ പോളിയാണെന്നതിൽ ഏതൊരു സംശയവുമില്ല. കാത്തിരിക്കാം ആ വലിയ തിരിച്ചുവരവുകൾക്കും തിയേറ്റർ പൂരങ്ങൾക്കും. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.